നമസ്കാരം ടീച്ചർമാരെ. ഇന്ന് 31/5/2024 ലോക പുകയില വിരുദ്ധ ദിനമാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ അടുത്ത് മെയ്യിലത്തെ 2ാമത്തെ CB ഇന്നാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളിലും അതേപോലെ അവരുടെ മാതാപിതാക്കളിലും പുകയിലയുടെ ദൂഷ്യങ്ങളെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ഇന്നത്തെ CB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പുകയില വ്യവസായത്തിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായും സംരക്ഷിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണമാണ് വേണ്ടത്, പുകയിലയല്ല. ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇന്നത്തെ CB ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് വെച്ച് കറക്റ്റായി ചെയ്യുക. എല്ലാവട്ടവും പറയുന്ന പോലെ CB നടത്താൻ മാത്രമല്ല അത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ലോക പുകയില വിരുദ്ധ ദിനം 31 മെയ്യോടനുബന്ധിച്ച് പോഷൻ ട്രാക്കറിൽ സുപോഷൺ ദിവസമായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അതപ്പോൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവൻസിലാണ് വരുന്നത് CB. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇവൻസിൽ CB എടുക്കുക. CBയിൽ നമ്മൾ മുമ്പ് ചെയ്ത പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് 15/5/2024 കാണാം. താഴെ ആഡ് CB കാണാം. ആഡ് CB അമർത്തുന്ന സമയത്ത് നമുക്ക് ഡേറ്റും തീമും മാത്രമേ അടയാളപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് 31/5/2024. തീം 3ാമത് കിടക്കുന്ന സുപോഷൻ ദിവസം. അത് രേഖപ്പെടുത്തുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇത് റെക്കോർഡഡ് ആയിട്ട് സക്സസ്ഫുള്ളി എന്ന് വരും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും 2 CB എൻ്റർ ചെയ്ത്. നമുക്ക് ആദ്യത്തെ CBയുടെ സൈഡിലൊന്നുമില്ല. 2ാമത്തെ CB സുപോഷൻ ദിവസത്തിൻ്റെ സൈഡിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് പല ടീച്ചർമാരും ചോദിക്കണം, നമ്മൾ അറിയാതെ തെറ്റി അടിച്ചു തീം അല്ലെങ്കിൽ ഡേറ്റ് തെറ്റി അടിച്ചു വെച്ചാൽ ആ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ എഡിറ്റ് ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡേറ്റ് തെറ്റായി അടിച്ചു വെച്ചാൽ ഇവിടെ നമുക്ക് ഡേറ്റ് തിരുത്തി കൊടുക്കും. 30ാം തീയതി ആണെങ്കിൽ മാറി അടിച്ചു വെച്ചാൽ 31 തന്നെയാണ്, 31 കൊടുക്കുക. അതേപോലെ ഇപ്പോൾ തീം സുപോഷൻ ദിവസം അല്ല തന്നെ വേറെ ഏതെങ്കിലും ആണെന്ന് അത് രേഖപ്പെടുത്തുക. അപ്പോൾ സുപോഷൻ ദിവസം തന്നെയാണ്, സുപോഷൻ ദിവസം രേഖപ്പെടുത്തുക, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ തെറ്റി അടിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ഓപ്ഷനിൽ കയറിയിട്ട് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ വന്നോളൂ. അത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വേറെ എറേഴ്സും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാവരും കറക്റ്റായി ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് CBയുടെ ഫണ്ട് വരുള്ളൂ. കാരണം പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വയ്ക്കുക. ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് CBO ചെയ്യുന്നൊരു കൺഫർമേഷനായി നമുക്കൊരു കൺഫർമേഷൻ. അതെല്ലാവരും ഇന്ന് ചെയ്യണം. അപ്പോൾ 2 CBയുടെയും ഇങ്ങനെ തീമും അതേപോലെ ഡേറ്റും എല്ലാ ഡീറ്റെയിൽസും ആയിട്ടാണ് ഉള്ള സ്ക്രീൻഷോട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 സൈഡ് പേർക്കും അതൊരു കൺഫർമേഷൻ പോലെയാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.